പനിയും കഫക്കെട്ടൊക്കെ ആയിട്ട് കണ്ണൻ ഭയങ്കര ക്ഷീണത്തിലായിരിക്കില്ലേ എന്നെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് വലിയ ക്ഷീണം എന്ന് പറയാനായിട്ട് അങ്ങനെ ഇല്ല. ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഉറക്കം വരുന്നത് പോലെയും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ ചിരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനവിടെ കാർ ഇറക്കുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കണ്ണനെയും കൊണ്ട് പുറത്ത് പോകേണ്ടതായിട്ട് വന്നു കേട്ടോ. ചില യാത്രകളൊക്കെ നമ്മൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി പോകേണ്ടതായിട്ട് വരുന്ന ചില സിറ്റുവേഷൻസൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. കാരണം ഞങ്ങൾ എവിടെ പോകുമ്പോഴും കണ്ണനെയും കൊണ്ടാണ് പോകാറുള്ളത്, വേറെ എവിടെ ആക്കാറില്ല. ആക്കുന്നുണ്ടെങ്കിൽ തന്നെ അമ്മേരുടെ അടുത്താണ് ആക്കാറുള്ളത്. പക്ഷേ അമ്മേരുടെ അടുത്ത് ആക്കാനായിട്ട് അവിടെ പോകുന്ന അത്രയ്ക്ക് ദൂരമില്ലേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. പുല്ലൂര് ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. എൻ്റെ കാല് കാണിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഞാനിപ്പോൾ ഡിസ്ചാർജായി വന്നിട്ട് കണ്ണനെ കുറച്ച് നാളത്തേക്കെങ്കിലും എങ്ങോട്ടും കൊണ്ടുപോകണ്ട, ഒന്ന് അവൻ ഓക്കെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കാല് ഒരു രക്ഷയില്ല കേട്ടോ. നീര് വയ്ക്കുക, നടക്കുമ്പോൾ നല്ല നീര് വയ്ക്കുക, നല്ല പെയിനുണ്ട്, നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജൂബിലിയിൽ എന്തായാലും കാണിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ട് കാണിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ പോയതായിരുന്നു. അതിൻ്റെ സന്തോഷമായിരുന്നു അവൻ കാണിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ട്. അത് കാരണം കരിക്കൊക്കെയാണ് കേട്ടോ കൂടുതലും അവൻ കുടിക്കുന്നതൊക്കെ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ വെച്ച് കുറേ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ കണ്ടുകിട്ടും. അപ്പോൾ അതിലൊരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പലയിടത്തും വെച്ച് സ്വാധീനം കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഇഷ്ടാവുമോ എന്നറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും കണ്ടിട്ടും വന്ന് സംസാരിക്കാതിരുന്നിട്ടുള്ളത്. പിന്നെ എവിടെ വെച്ച് കാണുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമുണ്ട്, കണ്ണൻ ഉണ്ടാവാറുണ്ട് കൂടെ. അങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമാണ് എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ കണ്ണനെ കൊണ്ടുപോകാതെ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുന്നത് വളരെ ചുരുക്കമാണ് കേട്ടോ. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കണ്ണനെ എവിടെയും ഏൽപ്പിച്ച് പോകാനായിട്ട് അങ്ങനെ വീട്ടിലാരും ഇല്ല. പിന്നെ അമ്മേരുടെ അടുത്താണ് വല്ലപ്പോഴും ഏൽപ്പിക്കാറുള്ളത്. അത് അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമാണ് അങ്ങനെ. പിന്നെയെന്ന് പറഞ്ഞാൽ യാത്ര പോകാനും പുറത്ത് പോകാനൊക്കെ അവന് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ നമ്മൾ കൊണ്ടുപോകാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനത് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കും അല്ലേ. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവൻ്റെ ആ ഒരു സന്തോഷത്തിനും ഭയങ്കര ഒരു പ്രയോറിറ്റി കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം എനിക്ക് അവനെ എങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്, പക്ഷെ നാളെ എന്താണെന്നുള്ളത് എനിക്കറിയില്ല എന്ന്. അപ്പോൾ അങ്ങനൊരു അവസ്ഥയാണ് നമ്മൾക്ക് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൻ വലുതായിട്ടും അവന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചേട്ടനോടും പറയാറുണ്ട്, കണ്ണന് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആണ് നമ്മളുടെ ഭാവി പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും എങ്ങോട്ടും വരില്ല കേട്ടോ. അത് കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ പോവാവുന്നതിൻ്റെയും അടിച്ചു പൊളിക്കാവുന്നതിൻ്റെയും ഒക്കെ മാക്സിമം ഞങ്ങൾക്ക് പുറത്ത് പോയിട്ട് അടിച്ചു പൊളിക്കണം എന്ന് ഞാനിവിടെ പറയാറുണ്ട് കേട്ടോ. കാരണം നമുക്കറിയില്ലേ നമ്മളുടെ ഭാവി എന്താണെന്നുള്ളത് നമുക്കറിയില്ല, നാളെ എന്താണെന്ന് പോലും നമുക്കറിയില്ല അല്ലേ. ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അതാണ്.